ഹായ് ഓൾ. ഇന്ന് ഞാൻ എൻ്റെ നൈറ്റ് സ്കിൻ കെയറിനെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ അതൊന്നും ഇട്ട് കാണിക്കുന്നില്ല, എന്നാലും ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ള കാര്യം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വെൽക്കം ബാക്ക്. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് തീർച്ചയായിട്ടും ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നൈറ്റ് സ്കിൻ കെയർ എന്തുകൊണ്ടാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണ് ആദ്യം. കാരണം ഒരുപാട് പേര് നൈറ്റ് സ്കിൻ കെയർ അതിനെക്കുറിച്ച് അറിയാത്തവരുണ്ട് നമ്മുടെ ഈ പ്രായക്കാർക്ക്. അല്ല, ഇപ്പോഴത്തെ കുട്ടികൾക്കെല്ലാം എല്ലാ കാര്യവും ഒരുപാട് കാര്യങ്ങൾ അറിയാം, കാരണം അവരുടെ കൈത്തുമ്പിലാണല്ലോ മൊബൈൽ. അപ്പോൾ അവരെല്ലാം വായിച്ചും പഠിച്ചുമൊക്കെ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. അപ്പം നമ്മളെ പോലെ ഏജ് ഉള്ളവർക്ക് ചിലപ്പം അത് വലിയ ഒരു രീതിയിൽ അവർ എടുക്കത്തുമില്ല. പക്ഷേ നമുക്കത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് ഈ പ്രായമൊക്കെ ആയിക്കഴിയുമ്പോൾ ഒരുപാട് വരകളും ഞൊറികളും ഒക്കെ വീണ് കഴിഞ്ഞാണ്. അപ്പം നമ്മൾ ഇനിയുള്ള നാളെങ്കിലും കുറച്ച് നല്ലതായിട്ട് സ്കിന്നെ കെയർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊക്കെ നമുക്ക് നന്നായിട്ട് ഇരിക്കാൻ തന്നെ പറ്റും. അപ്പം എന്തുകൊണ്ടാണ് നമുക്ക് സ്കിൻ കെയർ ഇമ്പോർട്ടൻറ്റ്? അപ്പോൾ ഇതൊക്കെയാണ് കാര്യം. പിന്നെ രാത്രിയിലാണ് നമ്മുടെ സ്കിന്ന്, നമ്മൾ ഉറങ്ങുന്ന സമയത്ത് പലതരം പിന്നീട് സ്കിന്നിൽ ഒരുപാട് അതിന് ജോലി ചെയ്യാൻ പറ്റും. നമ്മുടെ സ്കിന്നിനെ നന്നാക്കാൻ പറ്റും, നമ്മുടെ ബോഡിക്ക്. പിന്നെ റിജുവിനേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട്, നമ്മൾ സ്കിൻ നല്ല ക്ലീൻ ചെയ്തൊക്കെ ഉറങ്ങുമ്പോഴത്തേക്ക് സ്കിന്നിന് നന്നായിട്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റും, ശ്വസിക്കാൻ പറ്റും. അപ്പോൾ ഈ സ്കിന്ന് നന്നായിട്ട് ഇരിക്കുമ്പോഴാണ് ഇതിന് ഒരുപാട് ജോലികളുണ്ട്. പകൽ നമ്മൾ പലതരം ജോലികളിൽ ഏർപ്പെടുമ്പോൾ നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ടുള്ള ജോലികൾ ചെയ്യാൻ പറ്റാതെ ഇരിക്കും. അപ്പോൾ രാത്രിയിലാണ് ഇത് നന്നായിട്ട് ജോലി ചെയ്യണം, നമ്മൾ ഉറങ്ങുന്ന സമയത്ത്. അതുകൊണ്ടാണ് നമ്മൾ നന്നായിട്ട് ഉറങ്ങണമെന്ന് തന്നെ പറയുന്നത്. നമ്മൾ നന്നായിട്ട് ഉറങ്ങണം, വെള്ളം കുടിക്കണം എന്നൊക്കെ പറയുന്നത്. ഇത് രാത്രിയിൽ നമ്മുടെ സ്കിന്നിന് നന്നായിട്ട് നമുക്ക് വേണ്ടിയിട്ട് പിറ്റന്നത്തേക്ക് നല്ല വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്കിന്ന് നല്ല പിറ്റന്ന് എണീക്കുമ്പോൾ നല്ല പ്ലം ആയിരിക്കും. നല്ല ഇപ്പോൾ ഒരു ഏജ് ആകുമ്പോൾ നമുക്കെല്ലാം വരകളും ഇതുമെല്ലാം വീഴും, അത് സ്വാഭാവികം. പക്ഷേ അതെങ്ങനെ നമുക്ക് കുറഞ്ഞിരിക്കാം എന്നുള്ളതാണ് നമ്മൾ സൂക്ഷിക്കാനുള്ളത്. അല്ല, നമുക്ക് ഒരു ചുളിവും വരാതെയൊന്നും ഇരിക്കത്തില്ല. ചുളിവെല്ലാം വരും, കണ്ണിൻ്റെ ചുറ്റും കറുപ്പ് വീഴും, ഇതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ എന്നാലും നമുക്ക് എത്രത്തോളം നന്നായിട്ടിരിക്കാൻ പറ്റുമോ അത്രത്തോളം നന്നായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു വീഡിയോ ആണിത്. അപ്പം ഞാൻ ആദ്യമായിട്ട് ഇപ്പം എവിടെ പോയിട്ട് വന്നാലും അല്ലെങ്കിലും രാത്രിയിലൊരു 7 മണിയൊക്കെ 7-7:30 ആകുമ്പോഴത്തേക്ക്, ഇല്ല എന്നപ്പോൾ വെളിയിലൊക്കെ ആണെങ്കിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ നന്നായിട്ട് മുഖം കഴുകും, നല്ലോണം ക്ലെൻസ് ചെയ്യും. ഇപ്പോൾ ഫൗണ്ടേഷനൊക്കെ ഇടുന്ന ദിവസമാണ് നമ്മൾ വെളിയിൽ പോകണമെങ്കിൽ ഞാൻ അങ്ങനെ ഫൗണ്ടേഷനൊന്നും ഒന്നും ഇടാറില്ല. അപ്പോൾ അങ്ങനെ പോണ ദിവസമാണെങ്കിൽ നമ്മൾ ഡബിൾ ക്ലെൻസ് ചെയ്യണം. അത് ഞാൻ ഇതിന് മുന്നേ ഒരു ഡബിൾ ക്ലെൻസിങ്ങിൻ്റെ വീഡിയോ ഞാൻ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഡബിൾ ക്ലെൻസ് ചെയ്യണം. അത് കഴിഞ്ഞ് പിന്നീട് അത് കഴിഞ്ഞിട്ട് വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ. അപ്പം ഞാൻ സാധാരണ രീതിയിൽ വെളിയിലൊക്കെ പോവുകയോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഇരിക്കുകയോ ചെയ്യുകയാണെങ്കിലും ഒരു 7-7:30 മണിയൊക്കെ ആയി കഴിയുമ്പോൾ തന്നെ മുഖം നന്നായിട്ട് കഴുകും. ഞാൻ ഫേസ് വാഷാണ് ഉപയോഗിക്കാറ്. ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഫേസ് വാഷ് സുഗന്ധയുടെ ഫേസ് വാഷാണ്. ഇത് നല്ല ഫേസ് വാഷ് തന്നെയാണ്, പക്ഷേ ഇച്ചിരി വില കൂടുതലാണ്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഏത് ഫേസ് വാഷാണോ ഉള്ളത് അത് വെച്ച് നിങ്ങൾ നന്നായിട്ട് മുഖം കഴുകണം. മുഖം കഴുകാതിരിക്കരുത്. ചില ദിവസം നമുക്കൊക്കെ ഭയങ്കര മടിയായിരിക്കും, ഒന്നും ചെയ്യണ്ട, പോയി കിടക്കാൻ തോന്നുന്നത് നമ്മുടെ ഏജുകാർക്കൊക്കെ തോന്നുന്നതാണ്. പക്ഷേ അങ്ങനെ ചെയ്യരുത്. മുഖം കഴുകണം. മുഖം കഴുകിയതിന് ശേഷം നല്ലോണം വൈപ്പ് ചെയ്യുക. വൈപ്പ് ചെയ്തതിന് ശേഷം ടോണർ ഉണ്ടെങ്കിൽ, ടോണർ എന്ന് പറഞ്ഞ് റോസ് വാട്ടറും ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏത് ടോണർ ആയാലും മതി. ടോണർ ഉണ്ടെങ്കിൽ ടോണർ അപ്ലൈ ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. ഇല്ല, നിങ്ങൾക്ക് വീട്ടിലുള്ള ടോണറാണെങ്കിൽ നിങ്ങൾ വെള്ളരിക്കയുടെ നീരോ അല്ലെങ്കിൽ വെള്ളരിക്കയുടെ നീരും റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അത് മുഖത്ത് സ്പ്രേ ബോട്ടിൽ വെച്ചിട്ടേ അത് മുഖത്ത് അടിച്ചു നോക്കും. നല്ലൊരു സുഖമാണ് മുഖത്ത് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ വെറും റോസ് വാട്ടർ ആയാലും മതി. അപ്പോൾ ടോണർ നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഞാൻ സിമ്പിളായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ടോണർ ഒരുപാട് തരം ഉണ്ട് അവൈലബിൾ. പക്ഷേ നമുക്ക് റോസ് വാട്ടർ റോസ് വാട്ടറിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ നന്നായിട്ട് ഡിസ്റ്റിൽഡ് ആയിട്ടുള്ള നല്ലൊരു ബ്രാൻഡിൻ്റെ റോസ് വാട്ടർ വേണം വാങ്ങാൻ. അല്ലാതെ ഈ ലോക്കലായിട്ടുള്ള റോസ് വാട്ടർ അവർ എസൻസ് ഒക്കെ ചേർത്ത് ചുമ്മാ കളറ് ചേർത്ത് വയ്ക്കുന്ന റോസ് വാട്ടർ വാങ്ങരുത്. നമ്മൾ ഡിസ്റ്റിൽഡ് ആയിട്ടുള്ള, അതായത് റോസിൻ്റെ ഇതളുകൾ പിന്നീട് നീരാവിയിൽ വെള്ളത്തിൻ്റെ മേളിൽ വെച്ച് തിളപ്പിച്ച് അതിൻ്റെ നീരാവി വന്ന് ആ നീരാവിയാണ് ഡിസ്റ്റിൽഡ് എന്ന് പറയുന്നത്. അതിന് പ്യുവറാണ്. റോസിൻ്റെ എല്ലാ ഗുണങ്ങളും അതിന് ആ വെള്ളത്തിനും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഡിസ്റ്റിൽഡ് ആയിട്ടുള്ള റോസ് വാട്ടർ വാങ്ങണമെന്ന് പറയുന്നത്. അപ്പോൾ റോസ് വാട്ടർ ടോണർ അപ്ലൈ ചെയ്യാം. ടോണർ അപ്ലൈ ചെയ്തതിന് ശേഷം എൻ്റെ കയ്യിൽ ടോണർ ഇല്ലെങ്കിൽ കാണിച്ചു തരായിരുന്നു. അതിനുശേഷം ഞാൻ ചെയ്യുന്നത്, എനിക്ക് 2 ടൈപ്പ് ഓഫ് സെറംസ് എൻ്റെ കയ്യിലുണ്ട്. ഒന്ന് ഈ ലോറിയലിൻ്റെ
ഗ്ലൈക്കോളിക് ബ്രൈറ്റ് എന്ന് പറഞ്ഞൊരു സെറം ഉണ്ട്. അത് ചില ദിവസങ്ങളിൽ ഞാനിടും. ഞാൻ എല്ലാം കൂടെ ഒരു ദിവസം തന്നെ ഒറ്റ സെറം ഇടില്ല, ഏതെങ്കിലും ഒരു സെറമാണ് ഒരു ദിവസം ഇടുന്നത്. അപ്പം ഒന്നീ ഇതിടും, ചില ദിവസങ്ങളിൽ ഇതിടും. ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പം ഈ ഇടക്കാലത്തായിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഈ മിനിമലിസ്റ്റിൻ്റെ മൾട്ടി പെപ്റ്റൈഡ് 10% സെറമാണ് ഞാൻ ഇടുന്നത്. ഇത് കുറച്ച് നല്ലതാണ്. ഇത് എനിക്ക് എൻ്റെ മുഖത്തിന് അത് നന്നായിട്ട് ചേരുന്നുണ്ട്. അതിൽ റിപ്പയർസ് ആൻഡ് സ്മൂത്ത് ആൻഡ് റിങ്കിൾസ് എന്നാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് റിപ്പയർ ചെയ്യാനുള്ള സമയവും എല്ലാം രാത്രിയിലാണ്, നമ്മളത് വേണം ശ്രദ്ധിക്കാൻ. ഇത് പകലിടരുത്, രാത്രിയിൽ മാത്രമേ ഇടാവൂ. മൾട്ടി പെപ്റ്റൈഡ് സെറമാണ്. അപ്പം നമുക്ക് പെപ്റ്റൈഡ്സും സെറമൈഡ്സും ഒക്കെ നമ്മുടെ സ്കിന്നിന് വേണം, നമ്മുടെ സ്കിന്നിൻ്റെ ചുളിവെല്ലാം നികത്താനും ഇതെല്ലാം നമുക്കിതെല്ലാം വേണം. അതുകൊണ്ട് ഞാനിപ്പോൾ ഇതാണ് ഉപയോഗിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ എനിക്ക് ഇഷ്ടമായി. എനിക്ക് ഈ ഗ്ലൈക്കോളിക് ബ്രൈറ്റ് ഇത് ബ്രൈറ്റ്നസ് കൊടുക്കുന്നതാണ്, അതായത് കരുവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇത് ബ്രൈറ്റ്നസ് കൊടുക്കുന്നതാണ്. പക്ഷേ ഇത് സ്കിന്നിനെ ടോട്ടലി റിപ്പയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സെറം. ഈ സെറം ഇടുമ്പോൾ തന്നെ ഞാനിങ്ങനെ തേച്ച് പിടിപ്പിക്കാറില്ല. ഞാൻ ഈ ഇതിൽ, അതായത് ഈ ഫില്ലറിൽ ഇങ്ങനെ എടുത്തതിന് ശേഷം ഇവിടെയും ഇങ്ങനെ ഇട്ടിട്ട് ഞാൻ ഡാബ് ചെയ്ത് ഇങ്ങനെ അതിനെ അങ്ങ് സ്കിന്നിൻ്റെ അകത്തോട്ട് നമ്മൾ കുറച്ച് ചെറിയ രീതിയിൽ അമർത്തി അങ്ങ് ഉള്ളിലോട്ടാക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കേണ്ട കാര്യമില്ല. ഇനി അങ്ങനെ ചെയ്താലും വലിയ കുഴപ്പമൊന്നും ഇല്ല. പക്ഷെ ഒരുപാടിട്ടങ്ങ് തേക്കാതിരുന്നാൽ മതി. ഒന്നിങ്ങനെ ഡാബ് ചെയ്ത് കയറ്റുകയാണെങ്കിൽ, ഇങ്ങനെ പ്രസ് ചെയ്ത് കയറ്റുകയാണെങ്കിൽ സ്കിന്നിൻ്റെ അകത്ത് അത് നന്നായിട്ട് പോകും. ഈ സിറംസ് നല്ല കോൺസെൻട്രേറ്റഡ് ആയിട്ടുണ്ട്, അത് പെട്ടെന്ന് പോവുകയും പെട്ടെന്ന് തന്നെ അതിൻ്റെ ജോലി ചെയ്യുകയും ചെയ്യും. അതാണ് സിറത്തിൻ്റെ ഉള്ളത്. അത് ഞാൻ ഇതിന് മുന്നേ ഉള്ള ഒരു വീഡിയോയിൽ ഞാൻ സിറത്തിനെ കുറിച്ച് തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ സിറം എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സിറമാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന മൾട്ടി പെപ്റ്റൈഡ് സിറം. അപ്പം ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട്, ഞാൻ ആദ്യം തന്നെ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഈ സിറം ഉപയോഗിക്കുന്നതിന് മുന്നേ ഞാനത് പറയാൻ മറന്നു. ഈ സിറം ഉപയോഗിക്കുന്നതിന് മുന്നേ തന്നെ ഞാനൊരു അണ്ടർ ഐ ജെല്ലിടും കണ്ണിൻ്റെ ചുറ്റാകെ. അപ്പോൾ കണ്ണിൻ്റെ ചുറ്റാകെ ഇടുമ്പോൾ എനിക്കതൊരു സുഖമാണ്. കാരണം ഫുൾ ടൈം ഈ ഗ്ലാസ്സൊക്കെ വെച്ചിരിക്കുന്നതുകൊണ്ട് കണ്ണിനൊരു വല്ലായ്മയാണ്. അപ്പോൾ കണ്ണിൻ്റെ ചുറ്റാകെ ഞാനൊരു അണ്ടർ ഐ ജെല്ല്, അതിപ്പോൾ കറുപ്പ് പോകാനോ ഇവർ പറയുന്ന അതൊക്കെ ആണെങ്കിലും നമുക്കിപ്പോൾ കറുപ്പൊന്നും അധികം പോകത്തില്ല കണ്ണിൻ്റെ ചുറ്റാകെ, അല്ലെങ്കിൽ നമ്മൾ അത്രയും കെയർ ആയിരിക്കണം. അപ്പോൾ അത് കാരണം ഞാൻ എന്താ വെച്ചാൽ ഒരു വലിയ ഇതൊന്നുമില്ല, ഇങ്ങനത്തെ ഒരു അണ്ടർ ഐ ജെല്ല് ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട്. പക്ഷെ അതൊരു സുഖമാണ് കണ്ണിന്. അപ്പം ഞാൻ അത് അപ്ലൈ ചെയ്യും. ഇത് ഞാൻ പകലും അപ്ലൈ ചെയ്യുന്നത് തന്നെയാണ്, രാത്രിയിൽ മാത്രമല്ല, രാവിലെ എണീക്കുമ്പോഴും ഞാനത് അപ്ലൈ ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ ആദ്യം അതാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ സെറം ഉപയോഗിക്കുന്നത് കേട്ടോ. ഞാനത് ആദ്യം വിട്ടുപോയി പറയാനായിട്ട്. അപ്പോൾ ഈ സെറം എല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞ് ഒരു 3 മിനിറ്റ്സ് കഴിയുമ്പോൾ തന്നെ ഞാനൊരു നൈറ്റ് ക്രീം, അതിപ്പോൾ ഞാനൊരു ഭയങ്കര വിലയുള്ള നൈറ്റ് ക്രീമൊന്നും അല്ല ഞാൻ ഉപയോഗിക്കുന്നത്. ഇതിപ്പം വിഷ് കെയർ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ആൻറ്റി ഏജിങ് ആൻഡ് ഫേം സ്കിൻ നൈറ്റ് ക്രീം എന്ന് പറഞ്ഞുകൊണ്ട് ആമസോണിൽ നിന്ന് തന്നെ ഇത് ഞാൻ വാങ്ങിച്ചത്. ഇതിന് വലിയ വിലയൊന്നുമില്ല. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതൊരുവിധം കൊള്ളാം. കൊളാജൻ ബൂസ്റ്റിംഗ് എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ ഇതൊരുവിധം കൊള്ളാം. ഇതിനേക്കാൾ ഒത്തിരി നല്ലതൊക്കെ അവൈലബിൾ ആണ്. പക്ഷെ ഞാൻ ഉപയോഗിക്കുന്നത് ഇതാണ്. അപ്പോൾ ഇതാണ് ഞാൻ രാത്രിയിൽ ഉപയോഗിക്കുന്നത്. പിന്നെ ചില ദിവസങ്ങളിൽ ഞാനിപ്പോൾ എനിക്ക് സെറം ഉപയോഗിക്കാനൊക്കെ ഒരു മടിയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, മുഖമെല്ലാം കഴുകിയതിന് ശേഷം ഈ ഡോട്ട് ആൻഡ് കീയുടെ റെറ്റിനോൾ പ്ലസ് സിറമൈഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്രീമുണ്ട്. പിങ്ക് കളറിലുള്ള ക്രീമാണ്. പക്ഷേ ഇത് നല്ല ക്രീം തന്നെയാണ്. ഇത് നമ്മുടെ മുഖത്തിന് നന്നായിട്ട് യോജിക്കും. ഇതാണ് ഞാൻ ഉപയോഗിക്കാറ്. അപ്പോൾ അന്ന് ചിലപ്പോൾ സിറംസൊക്കെ ഉപയോഗിക്കാൻ ഒരു മടി വരും. നമുക്ക് പ്രായമൊക്കെ ആകുമ്പോൾ ഇച്ചിരി മടിയൊക്കെ കൂടുതലാണ്. പക്ഷേ അതൊന്നും നമ്മൾ മാറ്റി വെച്ചിട്ട് നമ്മൾ ആ മടിയെല്ലാം ഒന്ന് മാറ്റി വെക്കണം. കാരണം നമുക്ക് വേണ്ടി ചെയ്യാൻ നമ്മളെ കാണുള്ളൂ. അപ്പോൾ നമ്മൾ തന്നെ ഇതെല്ലാം നോക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല സുന്ദരികളൊക്കെ ആയിട്ടിരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചില ദിവസങ്ങളിൽ ഇതാണ് ഉപയോഗിക്കുന്നത്. ഡോട്ട് ആൻഡ് കീയുടെ നൈറ്റ് റീസെറ്റ് റെറ്റിനോൾ പ്ലസ് സിറമൈഡ് ഈ ക്രീമാണ്. പക്ഷേ ഇത് കൊള്ളാം കേട്ടോ. വാങ്ങാൻ പറ്റുന്നവർ വാങ്ങി ഉപയോഗിക്കുക. ഇതിപ്പോൾ 7 മണിക്ക് ഇടുമ്പോൾ ഇതൊക്കെ നല്ലതായിട്ട് സ്കിന്നിലങ്ങ് അബ്സോർബ് ചെയ്യുമല്ലോ. അത് കഴിഞ്ഞ് നമ്മൾ ഉറങ്ങുമ്പോൾ എന്തായാലും ഒരു 10 മണിയൊക്കെ കഴിയും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് നൈറ്റ് സ്കിൻ കെയർ റൂട്ടീൻ. പിന്നെ എൻ്റെ കഴുത്തിൽ നല്ല കറുപ്പാണ്. നല്ല കറുപ്പെന്ന് വെച്ചാൽ ഭയങ്കര കറുപ്പില്ലെങ്കിലും കറുപ്പുണ്ട്. അപ്പം ഞാൻ എന്താ വെച്ചാൽ ഇതിപ്പോൾ യൂസ് ചെയ്ത് തീരാറായി.
കോസി കെയർ എന്ന് പറഞ്ഞുകൊണ്ടൊരു സ്കിൻ ലൈറ്റനിങ് ക്രീം എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇത് ഞാനൊരു ഡോക്ടർ യൂട്യൂബിൽ പറയുന്ന കേട്ടിട്ട് വാങ്ങിയതാണ് ആമസോണിൽ നിന്ന്. ഇത് 2 ട്യൂബ് വാങ്ങിച്ചു. ഇത് രണ്ടാമത്തെ ട്യൂബാണ്. ഇത് ഇടുമ്പോൾ കുറച്ചൊന്ന് കളർ മാറുന്നുണ്ട്, പക്ഷെ ഞാനത് എന്നും മറന്നു പോകും ചില ദിവസങ്ങളിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ ഇതേ കിട്ടുന്നുള്ളൂ. പക്ഷേ ഇത് ഞാൻ കഴുത്തിൻ്റെ ചുറ്റാകെ ഇതിടാറുണ്ട്. അപ്പോൾ ഇതും ഞാൻ കഴുത്തിലിടും. പിന്നെ കയ്യിൽ എന്തെങ്കിലും മോയ്സ്ചറൈസറോ, അത് ചിലപ്പോഴൊന്നും ഇടാറില്ല കേട്ടോ. ഞാനത് എന്നും ഒന്നും ഇടാറില്ല. കയ്യിലും കാലിലൊന്നും ഞാൻ എന്നൊന്നും ഉപയോഗിക്കാറില്ല. ഞാൻ ഈ പകലൊക്കെ ഉപയോഗിച്ച് മേലൊക്കെ കഴുകണ സമയത്ത് അത് കഴിഞ്ഞൊക്കെ വന്ന് ഇടുന്നത് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ സ്കിൻ കെയർ ചെയ്യുന്നത് രാത്രിയിലുള്ള. പിന്നെ രാത്രിയിൽ ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡോക്ടേഴ്സ് പറയുന്ന ടാബ്ലറ്റ്സുകളോ അല്ലെങ്കിൽ വൈറ്റമിൻസോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കഴിക്കാം, വെള്ളം കുടിക്കാം. പിന്നെ മാക്സിമം നമ്മൾ നന്നായിട്ട് ഉറങ്ങാൻ ശ്രമിക്കുക. ഒരു 8 മണിക്കൂർ 7 മണിക്കൂറെങ്കിലും മിനിമം നമ്മൾ ഉറങ്ങണം. നമ്മൾ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ആവലാതിപ്പെട്ടിട്ട് കിടന്നുറങ്ങിയാൽ നമുക്ക് ഒട്ടും ഉറക്കം വരില്ല. നമ്മൾ ദൈവത്തിനെ വിചാരിച്ചിട്ട് നല്ല രീതിയിൽ വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള ഒരു രീതിയിൽ, അതായത് എന്ത് വന്നാലും നമ്മൾ ഫേസ് ചെയ്തല്ലേ പറ്റൂ. പിന്നെ അതിന് മുന്നേ നമ്മൾ എന്തിനാണ് ഇങ്ങനെ കിടന്ന് പ്രാളം പിടിച്ച് കിടന്ന് ഈ മനസ്സ് വിഷമിപ്പിക്കുന്ന? അപ്പോൾ അതൊന്നും ആകാതെ നമ്മൾ കിടന്നുറങ്ങുക. എന്ത് വന്നാലും നമ്മൾ ഫേസ് ചെയ്യണം, ഇല്ലേ? അപ്പോൾ ഇപ്പം നമ്മൾ കിടന്ന് ഒരുപാട് വേവലാതിപ്പെട്ട് നമ്മുടെ മനസ്സിനും ശരീരവും തലയും ബ്രെയിനും ഒക്കെ ഇല്ലാതാക്കിയാലും നമ്മൾ ഫേസ് ചെയ്യണം. ഇല്ല, നമ്മൾ റിലാക്സ് ചെയ്താലും നമ്മൾ ഫേസ് ചെയ്യണം, ഇല്ലേ? അപ്പോൾ അത് നിങ്ങൾ ചിന്തിക്കുക. എന്ത് വന്നാലും ഫേസ് ചെയ്യണം. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ പലതരം വിഷമതകൾ ഉണ്ട്. ചിലപ്പം മക്കൾക്ക് സുഖമില്ലായിരിക്കാം, ചിലപ്പം ഹസ്ബൻഡിന് സുഖമില്ലായിരിക്കാം, ചിലപ്പം മക്കൾ നമ്മുടെ അടുത്ത് ദേഷ്യം കാണിക്കായിരിക്കാം, ചിലപ്പം ഹസ്ബൻഡ് ദേഷ്യം കാണിക്കായിരിക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ എന്തെങ്കിലുമൊക്കെ ഫിനാൻഷ്യലി എന്തെങ്കിലും ആയിരിക്കാം, ഇല്ലെങ്കിൽ മക്കൾ എവിടെയും നമ്മൾ വിചാരിക്കുന്നിടത്ത് എത്തിയില്ല എന്നുള്ള ഇതായിരിക്കാം. നമ്മൾ നന്നായിട്ട് അവർക്ക് കുറച്ച് വിദ്യാഭ്യാസവും നല്ല മനുഷ്യനുമായിട്ട് ജീവിക്കാനുള്ള കുറച്ച് ഉപദേശങ്ങളും അവരുടെ ആരോഗ്യവും നോക്കി വിട്ടു കഴിഞ്ഞാൽ അവർ ജീവിച്ചോളും. നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നപ്പോഴത്തേക്ക് ഇത്രയും കാലം ജീവിച്ചില്ലേ? നമ്മുടെ അച്ഛനമ്മമാരും അങ്ങനെയല്ലേ ജീവിച്ചത്? അപ്പോൾ അതേപോലെ നമ്മുടെ മക്കളും ജീവിക്കും. അപ്പോൾ അതെപ്പോഴും നിങ്ങളുടെ മനസ്സിൽ കരുതുക. നിങ്ങൾ ഒന്നുകൊണ്ടും വേവലാതിപ്പെടാതെ ജീവിക്കുക. ഒരുപാട് ടെൻഷൻസ് വലിച്ച് തലയിൽ വെക്കാതെ ജീവിക്കുക. ടെൻഷൻസ് വരുത്തി വെച്ചിട്ട് നമുക്ക് ഉറങ്ങാൻ കഴിയാതിരുന്ന അത് തന്നെയാണ്. അപ്പം നമ്മുടെ ആരോഗ്യം പോയാൽ നമ്മുടെ കൂടെ നിൽക്കുന്നവരെയാണ് നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ചെയ്യാതിരിക്കുക. ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എൻ്റെ സ്കിൻ കെയർ റൂട്ടീൻ ഇത്രയാണ്. ഇത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുമെങ്കിൽ ഫോളോ ചെയ്യുക, ഇല്ലെങ്കിൽ നിങ്ങളുടേതായ രീതിയിൽ നല്ല രീതിയിൽ എന്തായാലും മുഖം നന്നായിട്ട് കഴുകിയിട്ട് ഒരു മോയ്സ്ചറൈസർ അല്ലെങ്കിൽ നൈറ്റ് ക്രീം ഇട്ടിട്ട് കിടക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഇല്ല, നിങ്ങൾക്ക് ആയുർവേദത്തിൻ്റെ എന്തെങ്കിലുമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരാം. Okay, love you all. Bye.